സംസ്ഥാനത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ ഇരുട്ടടി. വിഴിഞ്ഞം VGF ഗ്രാന്റ് തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ. VGFുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ കത്തിനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വിചിത്രമായ മറുപടി. കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഈ VGF സാധാരണഗതിയിൽ അത് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് ഗ്രാൻഡായിട്ട് നൽകാറുള്ളതാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വായ്പയായി നൽകുകയുള്ളൂ എന്ന കടുത്ത നിലപാടിൽ കടുംപിടുത്തം തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച മറുപടി കത്തിൽ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം VGFുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും മനു, സംസ്ഥാന സർക്കാർ അതായത് കേരളം എന്തൊക്കെ ആവശ്യപ്പെടുന്നോ അതിലൊക്കെ മുഖം തിരിഞ്ഞുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയായി ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒന്നാണ്. അതിൽ ഒരിക്കലും ഒരു തരത്തിലും തിരിച്ചടവ് ഉണ്ടാകാറില്ല. പക്ഷേ അതിൽ നിന്നും മാറി VGFിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും അതിനു പോലും വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സംസ്ഥാനം ഇതിനകം നിരവധി തവണ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു, ഇത് ഗ്രാൻഡായി തന്നെ അനുവദിക്കണം, വായ്പയായി നൽകരുത് എന്നുള്ള കാര്യം നേരത്തെ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയിലാണ് ഈ നൽകുന്ന തുക അത് തിരിച്ചു പിടിക്കും എന്നുള്ളത് കൃത്യമായ രീതിയിൽ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, കാരണം സംസ്ഥാനം അതായത് ഈ VGF കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് 817.80 കോടി രൂപയാണ്. സംസ്ഥാനവും VGF ഇടുന്നുണ്ട്. അതിൽ 817.20 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ വിഹിതം 817.80വുമാണ്. പക്ഷേ ഈ തുക തിരിച്ചടയ്ക്കുകയാണെങ്കിൽ 12,000 കോടി രൂപയുടെ അധിക ബാധ്യതയായിരിക്കും സംസ്ഥാനത്തിന് പുറത്തു വരിക. ഇതിന്റെ ലാഭവിഹിതം വേണം എന്നുള്ള വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് ഗ്രാൻഡായി അനുവദിക്കുന്ന തുകയുടെ ഈ രീതിയിലുള്ള വിഹിതം വേണം, ലാഭവിഹിതം വേണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് എന്നതാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഗ്രാൻഡായി തന്നെ തുക അനുവദിക്കണം എന്ന് സംസ്ഥാനം കൂടുതലായി ആവശ്യപ്പെടാനുള്ള കാരണം, തൂത്തുക്കുടിക്ക് ആ രീതിയിൽ തുക അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തൂത്തുക്കുടിയുടെ കാര്യവും കേരളത്തിൽ വിഴിഞ്ഞത്തിന്റെ കാര്യവും രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ന്യായീകരിക്കാൻ സാധിക്കാത്ത, അത് ഒരു കേവലം ഒരു ന്യായീകരണത്തിന് വേണ്ടി മാത്രം എന്ത് വ്യത്യസ്തതയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്? ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ തൂത്തുക്കുടിക്ക് 1450 കോടി രൂപ VGF ആയി നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഗ്രാൻഡ് ആയിട്ടാണ് നൽകിയത്. അതിൽ ഒരു പലിശ ഒരു ചെറിയ തരി പോലും വായ്പയില്ല. അത് മുഴുവൻ ഗ്രാൻഡ് ആയിട്ടാണ് നൽകിയത്. അപ്പോൾ തൂത്തുക്കുടിക്കില്ലാത്ത എന്ത് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞത്തിലേക്ക് വരുമ്പോൾ ഈ VGF ഗ്രാൻഡ് എന്നതിൽ നിന്ന് മാറി വായ്പയാകുന്നത്? അതിനെ എന്ത് കാര്യം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നത്? തീർച്ചയായും, അതായത് തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് വേണ്ടി മനു സൂചിപ്പിച്ചതുപോലെ 1411 കോടി രൂപയാണ് VGF ആയി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്രം പറയുന്നത് ഈ തൂത്തുക്കുടി തുറമുഖവും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണമെന്ന് പറയുന്നത്, ഈ തൂത്തുക്കുടി തുറമുഖം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന പോർട്ടാണ് എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതൊരു വിചിത്രവാദമാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇത് കേരളം ഇനി സ്വന്തം നിലയിൽ തുക കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും ആ രീതിയിലുള്ളൊരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ തൂത്തുക്കുടിയുടെ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യത്തെ ഖണ്ഡിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായി മാത്രം ഏറ്റവും കൂടുതൽ GST വരുമാനം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് വിഴിഞ്ഞത്തിൽ നിന്നും. ആ വിഴിഞ്ഞത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നതും ലഭിക്കാൻ പോകുന്നതും കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. പക്ഷേ അപ്പോഴും കേരളത്തിലുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിൽ ഞാൻ ഷീജയിലേക്ക് വരാം. ഷീജ, ഒരു മിനിറ്റ്, ഞാൻ ഷീജയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ശ്രീ VN വാസവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ മന്ത്രി ചേരുകയാണ്. ശ്രീ VN വാസവൻ, നോക്കൂ, ഇവിടെ നമുക്ക് അയച്ച മറുപടിയിൽ കേന്ദ്ര ധനമന്ത്രി പറയുന്നത് ഈ VGF എന്നത് ഗ്രാൻഡായിട്ട് അനുവദിക്കാൻ കഴിയില്ല, അത് വായ്പയായിട്ട് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ്. അവർ ആ കടും പിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, 20% ലാഭവിഹിതമടക്കം, വരുമാന വിഹിതമടക്കം നമ്മളോട് ഈ ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഇതിൻ്റെ പുറകിൽ വലിയ രാഷ്ട്രീയം കാണേണ്ടതില്ലേ? ഇത് ആ രീതിയിൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? മിനിസ്റ്റർ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനം
പൊതുവിൽ കേരളത്തോട് എടുത്തുവരുന്ന നിഷേധാത്മക സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. വയനാട് ദുരന്തത്തിന്റെ പ്രശ്നത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന വലിയ രൂപത്തിലുള്ള അവഗണനയുണ്ട്. അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി മാറി. ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെ 70ഓളം കപ്പലുകൾ വന്ന് 1,47,000 കണ്ടെയ്നറുകൾ നമ്മൾ കൈകാര്യം ചെയ്തു. ഏറ്റവും വിജയകരമായി ട്രയൽ റൺ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിശ്ചയമായും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഈ തുറമുഖം വരുംകാലങ്ങളിൽ വൻ വികസന സാധ്യതകൾ ഉറപ്പാക്കുന്നു. സ്വാഭാവികമായി സംസ്ഥാനം തന്നെ ഫണ്ട് വിനിയോഗിച്ച് ചെയ്ത ഈ പ്രവൃത്തിയിൽ കേന്ദ്രം BGF നമുക്ക് അർഹതപ്പെട്ടത് തരേണ്ടതാണ്. അതിൽ കേന്ദ്ര ധനമന്ത്രാലയം അതിന്റെ എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്താണ് 217.80 കോടി രൂപ കേരള സംസ്ഥാനത്തിന് ഈ തുറമുഖത്തിനായി BGF നൽകണമെന്ന്. ആ ശുപാർശ പോലും മാനിക്കാതെയാണ് ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കത്തിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി എഴുതിയിരിക്കുന്നു. അത് ലോണായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. മാത്രവുമല്ല, അത് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മളേതാണ്ട് 12,000 കോടി രൂപയോളം തിരിച്ചടയ്ക്കേണ്ട രൂപത്തിലേക്ക് വരുന്നു. അത് NBV സിസ്റ്റത്തിലായിരിക്കണം തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ ആണ് കണക്ക് കൂട്ടുന്നത് എന്ന കാര്യവും കൃത്യമായി കത്തിൽ പറയുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് തൂത്തുക്കുടിക്ക് കൊടുത്തപ്പോൾ നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള ഒരു നിബന്ധനകളും ഇല്ലെന്ന് മാത്രമല്ല, അത് കൃത്യമായി BGF ആയി തന്നെയാണ് കൊടുത്തത്, ഗ്രാൻഡായി. അപ്പോ ഒരേ വിഷയത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളോട് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്രത്തിന്റെ ഈ നീക്കം വകപോക്കൽ രാഷ്ട്രീയമാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനില്ല. ഇത്തരം വിഷയങ്ങൾ ഒന്നും രാഷ്ട്രീയം കാണാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പൊതുവികസനമാണ്. ഒരുപക്ഷെ കൊളംബോ തുറമുഖത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്ന 75% ഇന്ത്യയിലെ ചരക്കുകൾ വിഴിഞ്ഞത്ത് വന്നിറങ്ങാൻ കഴിയുമ്പോൾ അതിന്റെ വരുമാനം കേന്ദ്രത്തിനുമുണ്ട്, സംസ്ഥാനത്തിനുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് കേന്ദ്രം ഈ കാര്യത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു എന്നത് പരിശോധിക്കുമ്പോൾ അവിടെയാണ് പല കാര്യങ്ങളിലും കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനയുടെ മറ്റൊരു ഉദാഹരണമായി ഇത് മാറിത്തീരുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് കേന്ദ്രത്തോട് വിരുദ്ധമായ രാഷ്ട്രീയ സമീപനമുള്ള ഒരു കക്ഷി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഒരു വികസന പ്രവർത്തനത്തിൽ പോലും, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ, ഇത് കേരളത്തിന്റെ മാത്രം വികസന പ്രവർത്തനമല്ല, ഇത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി മാറാൻ പോകുന്ന തുറമുഖമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര തുറമുഖ ഗതാഗതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായി ഇപ്പോൾ തന്നെ വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ആ രീതിയിൽ ഇന്ത്യ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പദ്ധതിയോട് കേന്ദ്രം കേവല രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് മുന്നോട്ടുള്ള പോക്കിൽ ഏത് തരത്തിലാണ് വെല്ലുവിളിയാവുക? നമുക്ക് അതിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? നിശ്ചയമായും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഈ നിഷേധാത്മക സമീപനത്തിനെതിരെ നമ്മുടെ ശക്തമായ സമ്മർദ്ദവും ആവശ്യവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ കേന്ദ്രം ഏതെല്ലാം തരത്തിലുള്ള നിഷേധാത്മക സമീപനം സ്വീകരിച്ചാലും ബഹുജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യം നേടാൻ വേണ്ടിയുള്ള സമ്മർദ്ദവുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങും. അതാണ് പൊതുവിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. കാരണം ഇത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു തുറമുഖം അന്തർദേശീയ പ്രശസ്തി ആർജിച്ച് വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഈ തുറമുഖത്തിന് രാജ്യത്തിന് അഭിമാനമാക്കി മാറ്റുന്നതാണ് എന്ന വസ്തുത ഇവിടെ മറച്ചു പിടിക്കുകയാണ് കേന്ദ്രം. അതിന്റെ വരുമാനം അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉന്നതമായ പ്രോജക്റ്റിനെ ഇത്ര ചെറുതാക്കി കണ്ട് നമുക്ക് അർഹതപ്പെട്ടത് തരാനുള്ളത് നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പകപോക്കൽ രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരിക. തീർച്ചയായും അത് താങ്കൾ പറഞ്ഞതുപോലെ ആ രീതിയിൽ സംശയം എന്നതിനപ്പുറത്തേക്ക് അതൊരു വസ്തുതയിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്ത് പദ്ധതി എടുത്താലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഇതേ സമീപനം. ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നമായിക്കോട്ടെ, വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നമായിക്കോട്ടെ, നിഷേധാത്മക സമീപനം എന്നത് മാത്രമേ കേന്ദ്ര സർക്കാരിൽ നിന്ന്, ഈ മോദി സർക്കാരിൽ നിന്ന് നമുക്ക് സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങളെ അണിനിർത്തി അതിനെ പ്രതിരോധിക്കുക എന്നതിനോടൊപ്പം തന്നെ തുറമുഖ നിർമ്മാണത്തിൻ്റെ ബാക്കി ഘട്ടങ്ങളിൽ കേരളത്തിന് ഈ പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ ഈ പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധിയാകാനുള്ള സാധ്യതയുണ്ടോ? സംസ്ഥാനം എങ്ങനെയാണ് ഈ മുന്നോട്ടുള്ള പോക്കിൽ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പോകുന്നത്? സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം BGF ഇപ്പൊ ഒരു തരുന്നത് നോക്കി മാത്രം നിൽക്കുകയല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനം ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ 2,159.30 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു രൂപ പോലും അതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല. അദാനിയും നമ്മളും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സംയുക്ത സംരംഭത്തിന്റെ നീക്കം
യഥാർത്ഥത്തിൽ അതിന്റെ 2, 3, 4 ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള സപ്ലിമെന്ററി അഗ്രിമെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പൊ VGF ഇവിടെ തന്നില്ലെന്ന് വിചാരിച്ച് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നില്ല. നമ്മളത് തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതോടൊപ്പം നബാർഡിനെ സമീപിച്ച് നമ്മൾ ഇതിനോടകം തന്നെ 2000 കോടി രൂപയുടെ വായ്പയും തരപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിലൊന്നും സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം നമ്മൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്ക് തുറമുഖം അതിന്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാനുള്ള ശ്രമകരമായ നീക്കത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞു, എഗ്രിമെന്റ് ആയി കഴിഞ്ഞു. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. റെയിൽവേ കണക്ടിവിറ്റിയുടെയും റോഡ് കണക്ടിവിറ്റിയുടെയും പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ നമുക്ക് ഈ പ്രശ്നം നിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളോട് കാണിച്ച ധനപരമായ വലിയ അവഗണനകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നൊരു സാഹചര്യം സംസ്ഥാനത്തിന് മുൻപിലുണ്ട്. ഇപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമപരമായ സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും സംസ്ഥാനത്തിന്റെ മുന്നിലുണ്ടോ, തേടാൻ സാധ്യതയുണ്ടോ? അല്ല, ഭാവിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം നമ്മളോട് കാണിക്കുന്ന വിവിധ തരത്തിലുള്ള സാമ്പത്തിക വിരോധങ്ങളും അവഗണനയും ഒക്കെ തന്നെ നമ്മൾ രാജ്യത്തിന്റെ പൊതുശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത് പോലെ തന്നെ പരമോന്നത നീതിയായ പീഠത്തിന്റെ മുമ്പിൽ നമ്മൾ കേസ് ഫയൽ ചെയ്ത് സുപ്രീം കോടതി തന്നെ ആ വിഷയത്തിൽ ആദ്യം 13,400 കോടി രൂപ നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം അനുവദിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് അവശേഷിക്കുന്ന 57,400 കോടി രൂപയുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടിരിക്കുന്നത്. അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച ആ കാര്യത്തിൽ സുപ്രധാനമായ വിധി ഉണ്ടാവട്ടെ, അത് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുന്ന നിയമപരമായ ഒരു പോരാട്ടമാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഭാവിയിൽ നിയമപ്രശ്നമായി തന്നെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. ഈ വിവേചനവും നമ്മൾ മറ്റുള്ള അവഗണന പോലെ തന്നെ ഈ പ്രശ്നവും ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയിക്കാം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിന് മറ്റു മാർഗ്ഗങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഈ വിവേചനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമാണ്. കാരണം കേരളം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഇത്തരത്തിൽ നിഷേധാത്മകമായ സമീപനം ഒരു ഫെഡറൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ആ രീതിയിൽ കണ്ടു നിൽക്കാൻ കഴിയില്ല. അതിനെ ജനകീയമായി പ്രതിരോധിക്കണം, ഒപ്പം തന്നെ നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിടണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളോടൊന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് കേരളം എന്തെങ്കിലും ഉന്നയിച്ചാൽ കേന്ദ്രത്തിന് അപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനുകളിൽ ഈ നിമിഷവും നമ്മൾ ഗൂഗിളിൽ പരിശോധിച്ചാൽ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അത് ഒരു കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഗ്രാൻറ്റാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഗൈഡ് ലൈനിൽ അത് ഈ നിമിഷവും ഗ്രാൻഡ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരിടത്തും അത് വായ്പയായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിന് നൽകുന്നതിന് മാത്രം അതെന്തുകൊണ്ട് വായ്പയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെയാണ് ഈ പറയുന്ന BJP സർക്കാരിൻ്റെ കേവല രാഷ്ട്രീയ ചിന്തകൾ കടന്നു വരികയും ഒരു സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ പ്രൊജക്റ്റുകളിൽ ഒന്നിലേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റുകയും ചെയ്യുന്നത് അവിടെയാണ്. ഷീജ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ സംസ്ഥാനം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളുമായി മുന്നോട്ട് പോകും, എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിലൊരു സംശയവും വേണ്ട, അതവിടെ നിൽക്കുന്നു. പക്ഷേ ഭാവിയിലൊരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചിലപ്പോൾ നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളോട് കാണിച്ച സാമ്പത്തിക അവഗണന അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകൾ നമുക്കറിയാം. അതുപോലെ ഈ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്ന ഗൗരവതരമായ ഒരു വസ്തുതയും മിനിസ്റ്റർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം മറ്റു മാർഗങ്ങളില്ലാതെ പോവുകയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരു ഉദാഹരണം മാത്രമാണ്. ഏത് വിഷയം, ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ സമീപിച്ചാലും കേരളത്തോട് മാത്രം അവഗണനയുടെ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക അവഗണനയുടെ കാര്യത്തിൽ കേരളം സുപ്രീം കോടതിയിലടക്കം പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഗ്രാൻഡായി സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അത് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട തുക തന്നെയാണ്. പക്ഷേ അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വായ്പയായി മാത്രമേ നൽകാൻ സാധിക്കൂ എന്നുള്ള നിലപാട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ ഇതിനകം അതിന്മേലുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായി ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ കത്ത് സൂചിപ്പിക്കുന്നത്.
അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഈ തുക ലഭ്യമാക്കാൻ? കാരണം കേരളം ഈ ഒരു തുക, ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്നത് കേരളവും നൽകുന്നുണ്ട്, കേന്ദ്രവും നൽകേണ്ടതാണ്. അതിൽ കേരളം കൃത്യമായ രീതിയിൽ 817.20 കോടി രൂപ നൽകുമ്പോൾ കേന്ദ്രം നൽകേണ്ടത് 817.80 കോടി രൂപയാണ്. പക്ഷേ ഇതിനപ്പുറത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയമുണ്ട്. കേരളം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4777 കോടി രൂപ ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകം ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാനം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വരുത്തില്ല. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. അതിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ പക്ഷേ സംസ്ഥാനത്തിന് അർഹമായ ഈ ഗ്രാന്റ് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും അത് തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മനു, തീർച്ചയായും ഷീജ, ഇവിടെ നമ്മുടെ മുൻപിലുള്ള തർക്ക പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അവിടെ പറയുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും ഒരു വിഷയമേ ആകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ അതിൽ വായ്പയെക്കുറിച്ച് പരാമർശമേ ഇല്ല. അത് ഗ്രാൻഡാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ മിനിറ്റിൽ വരെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വരെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന് നൽകുമ്പോൾ മാത്രം പിന്നെ അങ്ങനെ നിർവചിച്ചിരിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എങ്ങനെ വായ്പയായി മാറുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ പറയുന്ന BJP സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് വളരെ ഗൗരവത്തിൽ, ആഴത്തിൽ പറയേണ്ടി വരുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ നിർണായകമാകാൻ പോകുന്ന ഒരു പദ്ധതിയോട് ഇങ്ങനെയാണ് സമീപനമെങ്കിൽ നമ്മൾ ആ കേന്ദ്ര സർക്കാരിനെ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? അവരുടെ വികസന കാഴ്ചപ്പാടുകളെ എന്തർത്ഥത്തിലാണ് കാണേണ്ടത്? തീർച്ചയായും മനു, ഇതിൽ മന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടി ഏറെ പ്രസക്ത. ഇത് കേന്ദ്ര സർക്കാരിന്റെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ആ എംപവേർഡ് കമ്മിറ്റിയുടെ ശുപാർശ അതിങ്ങനെയാണ്: 817.80 കോടി രൂപ VGFI വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ ചെയ്യുന്നു. അവരുടെ ശുപാർശ അത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തന്നെ ഒരു എംപവേർഡ് കമ്മിറ്റിയാണ്. ആ ധനമന്ത്രാലയത്തിന്റെ എംപവേർഡ് കമ്മിറ്റിയുടെ ശുപാർശയെ പോലുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ തള്ളിക്കളയുന്നതും. തീർച്ചയായും ആ എംപവേർഡ് കമ്മിറ്റിയുടെ ശുപാർശകളെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ തള്ളിപ്പറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതിൽ ഒരു പ്രശ്നവുമില്ല, പറയുന്ന തുക അനുവദിച്ച് കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ വിഴിഞ്ഞത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, ഏതെങ്കിലും ദുരന്തമുണ്ടാകുമ്പോൾ നൽകുന്ന ദുരിതാശ്വാസ ഫണ്ടിന്റെ പ്രശ്നമായിക്കോട്ടെ, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടും ഒരു നാടിനെ പുനർനിർമ്മിക്കാൻ ശ്രമകരമായ ദൗത്യം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, പുറം തിരിഞ്ഞു നിൽക്കുന്ന ഏറ്റവും മോശം സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. SDRF-ൽ നിന്ന് നിങ്ങൾ പണമെടുത്ത് ചെലവാക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. പക്ഷേ SDRF-ൽ നിന്ന് പണമെടുത്ത് ചെലവാക്കാനുള്ള മാനദണ്ഡങ്ങൾ നമുക്കറിയാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും, എല്ലാ മേഖലയിലും, വികസന പ്രവർത്തനമായിക്കോട്ടെ, അതല്ല ദുരിതാശ്വാസ പ്രവർത്തനമായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഒരു വശത്ത് കേരളമുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന സമീപനം സ്വീകരിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ ഒരു ശൈലിയായി മാറിയിരിക്കുന്നു സമീപകാലങ്ങളിൽ എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇവിടുത്തെ BJP നേതാക്കൾ മുരട്ട് ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. മാധ്യമങ്ങൾ അതിനെ പല രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാതെ മറുഭാഗത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു. ഇവിടുത്തെ പ്രതിപക്ഷം അതേ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ അംഗീകരിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ ആ എംപവേർഡ് കമ്മിറ്റിയുടെ ശുപാർശകളെ ഒന്നടങ്കം തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ലെന്ന് ഏത് കാര്യമെടുത്താലും, ഇപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഏത് കാര്യമെടുത്താലും ഒരറ്റത്ത് കേരളമുണ്ടോ എങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾ ദ്രോഹിച്ചിരിക്കും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ശീലമെന്ന് പറയുന്നത്. അതെ, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ആ രീതിയിലുള്ള തന്നെയാണ് മറ്റു കേന്ദ്ര സർക്കാർ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു ദുരന്തമുഖത്താകട്ടെ, ഒരു വികസന പദ്ധതിയാകട്ടെ, പാവങ്ങൾക്ക് പെൻഷനാകട്ടെ, അതിൽ ഒന്നിലും ഒരു തരത്തിലുള്ള ഇല്ലാതെ എന്നുള്ളതാണ് കേന്ദ്രം കേരളത്തോട് സ്വീകരിക്കുന്നത്. ഷീജ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. ഷീജ പറയുന്നത് വ്യക്തമാകുന്നില്ല. എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നു, പറയുന്നത് വ്യക്തമാകുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രം നമ്മളോട് കാണിക്കുന്നത് പകപോക്കൽ സമീപനം തന്നെയാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് കേരളത്തെ ഏത് വിധേനയും ദ്രോഹിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. അതിപ്പോൾ വികസന പ്രവർത്തനമായിക്കോട്ടെ, ദുരന്തമുഖങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനമായിക്കോട്ടെ, ഒരറ്റത്ത് കേരളമുണ്ടെങ്കിൽ മറുവശത്ത് നിഷേധാത്മക സമീപനം തുടരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശൈലി ആവർത്തിക്കുകയാണ്. ഈ സമീപ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് നൽകേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന് ഗ്രാൻഡായി കേന്ദ്രം നൽകേണ്ട 817.20 കോടി രൂപ അത് വായ്പയായി മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വായ്പയായി അനുവദിക്കുക
അനുവദിക്കുമ്പോൾ ഏകദേശം 12,000 കോടി രൂപ നമ്മൾ മടക്കി നൽകേണ്ടി വരും അവർക്ക് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവതരമായ വശമെന്ന് പറയുന്നത്. വരുമാന വിഹിതത്തിൻ്റെ 20% വേണമെന്ന നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ തുറമുഖം ഇപ്പോൾ അതിന് ട്രയൽ റൺ ഘട്ടത്തിൽ 70 കപ്പലുകൾ വന്നുപോയി. 8.5 കോടി രൂപ GST ആയി മാത്രം ലഭിച്ചു. ആ GST തുകയുടെ പകുതിയും കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടിയായി ലഭിക്കുന്ന തുക. കസ്റ്റംസ് ഡ്യൂട്ടിയായിട്ട് 1 രൂപ ലഭിച്ചാൽ അതിൽ 60 പൈസയിലധികവും കേന്ദ്ര സർക്കാരിലേക്കാണ് പോവുക. സംസ്ഥാന സർക്കാരിന് വെറും 3 പൈസ മാത്രമാണ് ലഭിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ വികസന പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രശസ്തമായ തുറമുഖങ്ങളിൽ ഒന്നായി ട്രയൽ റൺ കാലയളവിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു തുറമുഖത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പകച്ചു നിൽക്കുകയല്ല സംസ്ഥാന സർക്കാർ. ഈ പറയുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് 2028 തന്നെ ആ തുറമുഖത്തിൻ്റെ പൂർണ്ണ പ്രവർത്തനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും നമ്മുടെ മുൻപിലുള്ള ഏറ്റവും ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും, ജനങ്ങളെ അണിനിരത്തി ചേർക്കും. ഇനി നിയമപരമായി നേരിടേണ്ട സാധ്യതയാണ് മുന്നിലുള്ളതെങ്കിൽ ആ സാധ്യതകളും തേടുമെന്നാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളോട് പറയുകയും ചെയ്തത്. ഈ നിഷേധാത്മക സമീപനം എത്ര കാലം സഹിച്ചിരിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.